കോഴിക്കോട് നന്ദി ശ്രീശൈലം ക്യാമ്പസിൽ സത്യസായി സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഫോർ വിമൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ബികോം, ടാക്സേഷൻ, BA എക്കണോമിക്സ് കോഴ്സുകളിലേക്ക് 40 വീതം സീറ്റുകളിലാണ് ഈ അധ്യയന വർഷം പ്രവേശനമുണ്ടായിരിക്കുകയെന്ന് കോളേജ് സാരഥികൾ പറഞ്ഞു. ഒരു കേരളത്തിലെ വിദ്യാഭ്യാസ ലാൻഡ്സ്കേപ്പിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഈ കോളേജിന് ഒരു വ്യത്യസ്തമായ സ്ഥാനം ഞങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. അത് നേടിയെടുക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഒന്ന്, സത്യസായി പ്രസ്ഥാനത്തിൻ്റെ മുട്ടപ്പുറത്തിലുള്ള കോളേജുകളും മറ്റ് സ്ഥലങ്ങളിലുള്ള കോളേജുകളും ഹോസ്പിറ്റൽസും അങ്ങനെ തന്നെ അതെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലവാരം വച്ചു പുലർത്തുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നമ്മുടെ ഈ കോളേജും ഒരു മാതൃകാപരമായ പെൺകുട്ടികളുടെ കോളേജായിട്ട് ഒരു എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ പുതിയ കോഴ്സുകൾ വരും വർഷങ്ങളിൽ നമ്മൾ ഓഫർ ചെയ്യുന്നു. പെൺകുട്ടികളുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് നമ്മുടെ മനസ്സിലുള്ളത്. നന്ദി ശ്രീശൈലം ക്യാമ്പസിൽ 90 ഏക്കർ സ്ഥലത്ത് നിലവിൽ വരുന്ന കോളേജിൽ ആദ്യഘട്ടമായി പെൺകുട്ടികൾക്കാണ് പ്രവേശനം നൽകുക. CA, CS കോഴ്സുകൾ മുൻനിർത്തിയുള്ള ബികോം, ടാക്സേഷൻ, BA ഇക്കണോമിക്സ് കോഴ്സുകളിലേക്ക് ജൂലൈ മാസം പ്രവേശനം ആരംഭിക്കും. കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള കോളേജിൽ ഓരോ കോഴ്സിനും 40 സീറ്റ് വീതമാണ് ഉണ്ടാകുക. അന്താരാഷ്ട്ര നിലവാരത്തോടെ ഒരുക്കുന്ന ക്യാമ്പസിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഹോസ്റ്റൽ, പുസ്തകശാല, സ്പിരിച്വൽ സെന്റർ, ക്യാൻറ്റീൻ തുടങ്ങിയ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ശ്രീ സത്യസായി വിമൻസ് കോളേജ് ഗവേണിംഗ് കൗൺസിൽ ചെയർമാൻ K. ജയകുമാർ, സത്യസായി ട്രസ്റ്റ് കൺവീനർ G. സതീഷ് നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.